വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെട്രോ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇതൊന്നും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല, പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തിയാക്കുമെന്നും കേന്ദ്രത്തിന്റെ അവഗണന ഉണ്ടായിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. മെട്രോ റെയിലും അതേപോലെ പൂർത്തീകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അത് പൂർത്തീകരിച്ച് കളയുമല്ലോ എന്ന ആശങ്ക കൊണ്ടാണ് അതിനെ ഇത് തിരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനകൾ ചില കേന്ദ്രങ്ങളിൽ നിന്ന് നടത്തുന്നത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല. ഇത് പറഞ്ഞ സമയത്ത് തന്നെ പൂർത്തീകരിക്കും. അത് പിണറായി വിജയൻ കൊടുക്കുന്ന വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കാണുന്നത് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുകയും ചെയ്യുന്നത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സുലേഖ ശശികുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. സുലേഖ, പിണറായി സർക്കാർ പറഞ്ഞതെല്ലാം ചെയ്യും, ചെയ്യുന്നതേ പറയുകയുമുള്ളൂ. നേരത്തെ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിയായാലും ദേശീയപാത വികസനം അടക്കമുള്ള കാര്യങ്ങൾ, ONGC പൈപ്പ് ലൈൻ അടക്കമുള്ള ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അടക്കമുള്ളവ. അടുത്തതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ തിരുവനന്തപുരം മെട്രോ. അത് കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കും. മന്ത്രി ശിവൻകുട്ടി അക്കാര്യം ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയും ചെയ്തു. എന്താണ് ശിവൻകുട്ടി പറഞ്ഞ മറ്റു കാര്യങ്ങൾ? സിജു, തീർച്ചയായും ഇതുവരെയും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിലെ ഏറ്റവും അവസാന വാഗ്ദാനമാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ ലൈറ്റ് മെട്രോ എന്ന് പറഞ്ഞത്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തിയാക്കുമെന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു വെച്ചത്. ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമല്ല ഇത് കൃത്യമായ രീതിയിൽ തന്നെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നതാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം. കേന്ദ്രത്തിന്റെ അവഗണന അത് തുടരുന്നുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും ഇത്തരത്തിൽ ഇതിന്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് ഇത്തരത്തിൽ ഈ തിരുവനന്തപുരം ലൈറ്റ് മെട്രോ അത് പൂർത്തീകരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെച്ചത്. ഇത്തരത്തിൽ പാപ്പനംകോട് മുതൽ ഈഞ്ചക്കൽ വരെയാണ് ഈ ലൈറ്റ് മെട്രോയുടെ പാത എന്ന് പറയുന്നത്. ഈ ടെക്നോ പാർക്കിനെയും മെഡിക്കൽ കോളേജിനെയും ഉള്ളൂരിനെയും ടെക്നോ പാർക്കിനെ അടക്കം ബന്ധിപ്പിച്ചുകൊണ്ടുള്ളൊരു മെട്രോ പാതയാണ് നിലവിൽ അംഗീകരിച്ചിട്ടുള്ളത്. എന്തായാലും അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് വ്യക്തമാക്കിയത്.